പ്രാന്തായോ? ഇവനെന്താ ഈ മഴയത്ത് കിടക്കണേ? വെള്ളം മിന്നൽ അടിച്ച് എന്ത് ചെയ്യും? ഓ നശിപ്പിച്ച്. എന്നാടി? അല്ല നീ എന്താ ഇങ്ങനെ ഇരിക്കുന്ന മഴയത്ത്? ഞാൻ ഈ മഴയൊന്ന് ആസ്വദിക്കുക. നിനക്കെന്താ? ആ ഇങ്ങനെ ആസ്വദിച്ചൊക്കെ നടന്ന അവസാനം പനി പിടിച്ച് കിടപ്പിലാവും. ഓ ഡാർക്ക്. ആ വന്നീ കൊടയിലോട്ട് കയറും. ശരി ശരി. കള്ളക്കോട്ടങ്ങൾ. ആസ്വാദനവും ഇല്ല മത്സ്നേഹവും ഇല്ല. വാ നടക്ക് നടക്ക്. ദേ മേഴ്സിയല്ലേ വരുന്നേ? അച്ചോടാ ദേ മേഴ്സി വന്നു. അയ്യോ പാവം, അവക്ക് കൊടയില്ലല്ലോ. സാരമില്ല, അവള് മഴ നനഞ്ഞല്ലേ വന്നേ, നീ നനഞ്ഞോളൂ. എടി എന്നോട് ക്ഷമിക്കണം, ഒന്നും തോന്നല്ലേ. എന്ത് കൊട ഞാൻ ഇനി എടുക്കുക. താങ്ക് യു സോ മച്ച്. വാസ് വന്നില്ലെങ്കിൽ ഞാൻ മഴ മൊത്തം നനഞ്ഞേനെ. എല്ലാത്തിനും ഈ വാസിച്ചായനുണ്ട് കേട്ടോ. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ വാസിച്ചായ. അത് പിന്നെ വാസു, ഞാനിന്ന് മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ മറന്നുപോയി. മിസ് അറിഞ്ഞ് എന്നെ അടിക്കും. എനിക്ക് പേടിയാവുന്നുണ്ട്. നീ പേടിക്കണ്ട, നീ എന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തോ. അതുണ്ടായിട്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ അപ്പുറം ഇരിക്കുന്ന രഞ്ജിത്തിന്റെ ബുക്ക് നോക്കി പഠിച്ചോളാം കേട്ടോ. നീ എടുത്തോ. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ വാസിച്ചായനുണ്ട് ഇപ്പൊ ഇനി മേസിക്ക് കേട്ടോ. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. മാർക്കൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ? ഇല്ലെങ്കിൽ അത് ഞാൻ തരാട്ടോ. ചെയ്തൊക്കെ തരാം. അസൈൻമെന്റ് പ്രോജക്റ്റ് എല്ലാം നന്നായിട്ട്. മൊത്തം നനഞ്ഞ് ചീഞ്ഞു. അതെ, നമ്മൾ എങ്ങനെ ഇങ്ങനെ നനഞ്ഞ് ക്ലാസ്സിലിരിക്കും? എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അവനെന്തായി കിട്ടട്ടെ, ബാക്കി അപ്പം. മേശ വന്നപ്പോഴേ ചെറുക്കൻ താഴെയൊന്നുമില്ല. എനിക്കൊന്ന് ദേഷ്യം വന്നിട്ട് വരാം. അല്ല, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അതെ, ചേച്ചി വരേണ്ട സമയമായി, ചേച്ചിനെ കാണുന്നില്ല. എന്താ മക്കളെ മൊത്തം നനഞ്ഞല്ലോ? എന്താ മഴ തന്നെയാണോ വന്നേ? കൊട എടുത്തില്ലേ? അത് മിസ്, കൊടയിലാണ് ഇനി കണ്ട രണ്ടിനും കിട്ടും കേട്ടോ. അതല്ല മിസ്, ഒന്നും പറയണ്ട കേട്ടല്ലോ. ഇനി കൊട ചൂടിയേ നടക്കാവുള്ളൂ. പനി വന്നാൽ ക്ലാസ് എല്ലാം മിസ്സാവും, പറഞ്ഞേക്കാം. ശരി മിസ്, ഞങ്ങൾ ഇനി ശ്രദ്ധിച്ചോളാം. പിന്നെ ഇന്ന് ക്ലാസ് ഒന്നുമില്ല. മഴ കാരണം കളക്ടർ അവധി പ്രഖ്യാപിച്ചു. നിങ്ങൾ വീട്ടിലോട്ട് പൊക്കോട്ടോ. ഇപ്പൊ ന്യൂസ് വന്നതാ, 2 ദിവസം ക്ലാസ്സില്ല. പൊക്കോട്ടോ, സൂക്ഷിച്ചു പോണേ. ശരി മിസ്. ഇപ്പൊ നനഞ്ഞ് ക്ലാസ് ഇരിക്കണ്ടല്ലോ ശ്വേത? അതെ അതേ പറയാ, നമുക്ക് വീട്ടിൽ പോവാ, ഓടിപ്പോവാ. പോയി ടി വി കാണാം അല്ലേ? നീ എന്റെ വീട്ടിലോട്ട് വരുന്നുണ്ടോ? നമുക്ക് അവിടെ ഇരിക്കാം. പിന്നെ എന്താ, നമുക്ക് നടിച്ച് പൊളിക്കാം. ഓക്കെ. ആ ചെറുക്കനെ നമ്മൾ വിവരം അറിയിക്കണ്ടേ ഇന്ന് ക്ലാസ്സിലിരുന്ന്? വേണ്ട വേണ്ട, അവൻ ഇവിടെ ഇരിക്കട്ടെ. മിസ് എന്ന് പറഞ്ഞിട്ട് അവൻ പയ്യെ പോയാൽ മതി. നമുക്കിട്ട് പഴുതല്ലേ, അവനിട്ടൊരു പണിയാവട്ടെ. പിന്നെ അല്ല, പോയേക്കാം. Messi!